അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കർണാടകയിലെ തലപ്പാടി എന്ന് പറയുന്ന പ്രദേശത്ത് 2 ദിവസം മുമ്പ് ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുല്ലാഹ് നടത്തിയ പ്രഭാഷണം കേട്ട് കലിപൂണ്ട AP സമസ്തക്കാരനായ ഒരു കുബൂരി പുരോഹിതൻ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ആരോപണം പറഞ്ഞ് രംഗപ്രവേശനം നടത്തുന്ന പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാണ്. അങ്ങനെ തുടങ്ങി അവന്റെ പ്രഭാഷണത്തിന് ഉടനീളം ആരോപണങ്ങൾ ഇങ്ങനെ തുടുത്തുവിടുകയും പച്ച നുണകൾ നിരന്തരം ആവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരമായിരുന്നു. കേരളത്തിൽ AP സമസ്തക്കാരുടെ സൂപ്പർ സ്റ്റാർ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ആണെങ്കിൽ കർണാടകയിലെ ദജ്ജാൽ എന്നറിയപ്പെടുന്നത് തോക്കെ സക്കാഫി എന്നറിയപ്പെടുന്ന ഒരു പുരോഹിതനാണ്. ആ കുബൂരി പുരോഹിതന്റെ സംസാരം കേൾക്കുന്നതിന് മുമ്പ് ആഖിർ സമാനിൽ ചില ദജ്ജാലുകൾ വരും, അവരെന്തൊക്കെ പണികളാണ് ചെയ്യുന്നത് എന്ന് അവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു വായാടി തന്നെ നമുക്ക് പറഞ്ഞു തരും. ഈ ഉമ്മത്തിലെ കബളിപ്പിക്കലുകാരായ ഒരു വിഭാഗം വരും. നിലവിലുള്ളോലല്ല, നിലവിലുള്ള ഒന്നിലേക്ക് മറ്റൊരു കരിഞ്ചന്ത വരുന്നതിനെ കുറിച്ച് അള്ളാന്റെ റസൂല് പറയുന്നത്. അവരാരാണ്? നല്ല നുണ പറയുന്ന കക്ഷികളാണ്. പിന്നെ ആരാണ്? ദജ്ജാലൂൻ, അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ്. ആയത്തോതി കബളിപ്പിക്കും, ഹദീസോതിയിട്ട് കബളിപ്പിക്കും, ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ വെച്ച് കബളിപ്പിക്കും. ഈ പരിപാടികളൊക്കെ ചെയ്യുന്ന പുരോഹിതനെയാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. കർണാടകയിലെ തോക്കെ സക്കാഫി എന്നറിയപ്പെടുന്ന ഒരു ദജ്ജാലിനെ, ആ ദജ്ജാല് സംസാരിക്കുന്നതാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഈ ജിന്നൂരികളാകുന്ന ജിന്ന് ബാധയേറ്റ ഈ വിസ്ഡം ഗ്രൂപ്പുകാർ എന്താണ് പുരോഹിതൻ പറഞ്ഞത്? ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്നാ പറഞ്ഞത്. അങ്ങനെ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ ആരാണ്? ഈ തലയ്ക്കെട്ടും കെട്ടി വന്നിരുന്ന് മുന്നിലിരിക്കുന്ന ശ്രോതാക്കളുടെ മുന്നിൽ പച്ച തോന്നിവാസം വിളിച്ചു പറഞ്ഞ, പച്ച കളവ് പറഞ്ഞ ഈ തോക്ക സക്കാഫി പറഞ്ഞ ആരോപണം അത് തെളിയിക്കാൻ വേണ്ടി AP സമസ്തയിലുള്ള സകല മുസ്ലിയാക്കന്മാരെയും ഓൺലൈനിലാകട്ടെ ഓഫ്ലൈനിലാകട്ടെ വായിട്ടലക്കുന്ന മുജാഹിദ് വിദ്വേഷം തലയിൽ കയറ്റി തലയ്ക്കെട്ടും കെട്ടി നടക്കുന്ന പുരോഹിത വർഗം, ആ പുരോഹിത വർഗത്തെ ഒന്നടങ്കം ഞാൻ വെല്ലുവിളിക്കുകയാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാർ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്നത്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രംഗം ഒന്ന് കാണിക്കാൻ വേണ്ടി സമസ്താലയത്തിലെ തലയ്ക്കെട്ട് കെട്ടിയ സകല മുസ്ലിയാക്കന്മാരെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ നിരന്തരം ആരോപിക്കുന്ന ആരോപണമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകളൊക്കെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ള ആരോപണം. നിങ്ങൾ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിന് തെളിവ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിന് തെളിവ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ മലക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിന് തെളിവ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വാദം എന്താണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകമെന്നോവർ വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർപ്പ് വായ്പൂടാതുത്തിരം ചെയ്യും ഞാൻ എന്നോവർ എന്നൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട തലയ്ക്കെട്ട് കെട്ടിയ മൊല്ലാക്കമാർ സ്റ്റേജിലൂടെയും പേജിലൂടെയും വിളിച്ചു കൂവിയതൊക്കെ ഞങ്ങൾ കാണിക്കാറുണ്ട്. എവിടുന്ന് വിളിച്ചാലും എപ്പം വിളിച്ചാലും ആര് വിളിച്ചാലും അവർക്ക് മറുപടി പറയാൻ, അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാനുള്ള പവറാണ് ശൈഖുനാ നേടിയെടുത്തത് എന്നതുപോലെ തലയ്ക്കെട്ട് കെട്ടിയ സകല മുസ്ലിയാക്കന്മാരെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഈ തോക്കെ സക്കാഫി എന്ന വഹാബിന്റെ വാദപ്രകാരമുള്ള 1-ാം നമ്പർ ദജ്ജാലിനെ അടക്കം ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എവിടെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരോ പ്രബോധകരോ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു രംഗം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്ന ഒരു രംഗം കാണിക്കാൻ സകല മുസ്ലിയാക്കന്മാരെയും, കാന്തപുരം അടക്കമുള്ള സകല മുസ്ലിയാക്കന്മാരെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അല്ല എങ്കിൽ വഹാബിന്റെ വാദപ്രകാരം 1-ാം നമ്പർ ദജ്ജാലുകൾ AP സമസ്തയിലെ കുബൂരി പുരോഹിതന്മാര് തന്നെയാണ് എന്ന് സമൂഹം വിലയിരുത്തും. ഒരു സംശയവും അതിൽ വേണ്ട. വായ തുറന്നാൽ കളവുകൾ പറയുക. ഉസ്താദിന്റെ സ്വഭാവം തന്നെ അങ്ങനെയാണല്ലോ. അതിന്റെ ബാക്കിയാണല്ലോ ശിഷ്യന്മാർ. ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും. ഉസ്താദ് സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കും. പറഞ്ഞതാരാണ്? സ്വന്തം ശിഷ്യൻ തന്നെയാണ്. കൂടെ കടന്നവനെയാണല്ലോ രാപ്പനെ അറിയുക എന്നതുപോലെ മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഈ കുബൂരി
കുബൂരി പുരോഹിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട അവരുടെ കൂടെ തന്നെ ഉണ്ടായ മുസ്ലിയാക്കന്മാര് തന്നെ പറഞ്ഞതാണ് സ്വന്തം ഉസ്താദിനെ കുറിച്ച്. അപ്പോൾ ബാക്കി എങ്ങനെയായിരിക്കും? ശിഷ്യന്മാരും അങ്ങനെ തന്നെ ആകുമല്ലോ. അതുകൊണ്ട് തന്നെ തോക്ക സഖാഫി പറഞ്ഞത് തെളിയിക്കാൻ സകല AP സമസ്തക്കാരായ പുരോഹിത വർഗത്തെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇനി സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിച്ചോ, ആരാണ് ജിന്നൂരികൾ? അതിനോടല്ലാതെ ജിന്നുകളോടും പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമുണ്ടത്രേ. അവരാണ് ജിന്നൂരികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ എന്താണ് പുരോഹിതൻ പറഞ്ഞത്? അള്ളാഹുവിനെ കൂടാതെ ജിന്നിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമുണ്ടത്രേ, അവരാണ് ജിന്നൂരികൾ. ഏതാണ് ആ വിഭാഗം? ഏതാണ് ആ വിഭാഗം? ഇതേ AP സമസ്തക്കാര് തന്നെയാണ്. ഇതേ AP സമസ്തയിൽപ്പെട്ട പുരോഹിതന്മാർ തന്നെയാണ്. തലയിക്കെട്ടും കെട്ടി ജനങ്ങളെ വഞ്ചിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആഖിർ സമാനിലെ ദജ്ജാലുകളായ ഈ പുരോഹിതന്മാർ തന്നെയാണ് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇത് വെറുതെ ആരോപണം പറയുന്നതല്ല. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പുരോഹിതൻ തന്നെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം കാണുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ഇപ്പോൾ സഹോദരങ്ങളെ കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ ആരാണ് ജിന്നൂരികൾ എന്ന്? ഇനി ആ പുരോഹിതൻ പറയുന്ന മറ്റൊരു കളവാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളോട് നമ്മൾ ഇസ്തിഗാസ നടത്തുന്നു എന്ന കാരണം കൊണ്ട്, മഹാന്മാരുടെ ദർഗകളിലേക്ക് പോകുന്നു എന്ന കാരണം കൊണ്ട് സുന്നികളെ മുശ്രിക്കാക്കാനും ലോകാടിസ്ഥാനത്തിലുള്ള മുസ്ലിമീങ്ങളെ കാഫറുകളായി ചിത്രീകരിക്കാനും പല ഖുർആനിന്റെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും കാഫറുകളാണെന്ന് സെലഫികൾ പറയുന്നുണ്ട് എന്ന്, അതുപോലെ തന്നെ സമസ്തക്കാരെ മുശ്രിക്കാണ് എന്ന് സെലഫികൾ പറയുന്നുണ്ട് എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചില ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് സംസാരിച്ചിരുന്നു. ഈ കുബൂരി പുരോഹിതന്മാർ നിരന്തരം സമൂഹത്തിന്റെ മുന്നിൽ പറയുന്ന ഒരു ആരോപണമാണ് ഈ പറയുന്ന ആരോപണം. സമസ്തക്കാരെ ഞങ്ങൾ മുശ്രിക്കുകളാണെന്ന് പറയുന്നു, ലോക മുസ്ലിങ്ങളെ ഞങ്ങൾ കാഫറാണെന്ന് പറയുന്നു എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഈ കാഫറും മുശ്രിക്കും ഒക്കെ ആക്കുന്ന ആളുകൾ? എന്റെ ദൃഷ്ടിയിൽ രണ്ടു കൂട്ടരും മുസ്ലിങ്ങളെ അല്ല. ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്? വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളില്ലെന്ന്. ആരാ പറഞ്ഞത് ഒരു മുസ്ലിങ്ങളാണെന്ന്? അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ അവരുമായി സലാം പറയാൻ പാടില്ല, അവരുമായി നിങ്ങൾ കൂടിപ്പെരുമാറാൻ പാടില്ല, അവര് മരിച്ചാൽ നിങ്ങൾ അവരുടെ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല, അവരുടെ പുറകിൽ പോയി നിസ്കരിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ വിരുന്നിന് വിളിക്കാൻ പാടില്ല, അവര് നിങ്ങളെ വിരുന്നിന് വിളിച്ചാൽ നിങ്ങൾ തിരസ്കരിക്കണം, അവരുമായിട്ട് ഒരു ഇടപാടിലും നമ്മൾ പെടാൻ പാടില്ല, അവരുമായിട്ട് അവര് വേറെ നമ്മൾ വേറെ. ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ലോക മുസ്ലിങ്ങളെ കാഫറുകളാക്കുന്നവർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ കാഫറുകളാക്കുന്നവർ. ഷെയ്ഖ് സുദൈസിനെ പോലെയുള്ള, ഷെയ്ഖ് ഷുറൈമിനെ പോലെയുള്ള സലഫി പണ്ഡിതന്മാരെ, മക്കയുടെയും മദീനയുടെയും ഒക്കെ ഇമാമുമാരെ കാഫറുകളാണെന്ന് പറയുന്ന ആളുകൾ ഈ പുരോഹിത വർഗം തന്നെയാണ്. ഇവർ നിരന്തരം ഈ രീതിയിൽ തന്നെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുക. എന്നാൽ സൗദി അറേബ്യയിൽ പോയാൽ, ഹജ്ജിനും ഉംറക്കും പോയി കഴിഞ്ഞാൽ ഇവർ കാഫറുകളാണെന്ന് കേരളത്തിൽ പുലമ്പുമ്പോൾ അവിടെ പോയി അവരെ തുടർന്ന് നിസ്കരിക്കുന്നു, അവർക്ക് കൈകൊടുക്കുന്നു, അവരോട് സലാം പറയുന്നു, അവരോട് കുശലാന്വേഷണം നടത്തുന്നു. അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതും മേടിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നു, ഗമയോടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. ഒരു ഉളുപ്പുമില്ലാത്ത വർഗം. വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. ഇവരുടെ വാദപ്രകാരം ഇവർ വെച്ച് പുലർത്തുന്ന വിശ്വാസം, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പച്ച ശിർക്കും കുഫറുമാണ് എന്ന് വാദിക്കുന്ന ആളുകൾ തന്നെയാണ് സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാർ. അവരുടെ അടുക്കൽ പോകുമ്പോൾ ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. കേരളത്തിലുള്ള സലഫി പണ്ഡിതന്മാരെ നേർക്ക് നേരെ മുട്ടാൻ പറ്റാത്തത് കൊണ്ട്, ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ പേരിൽ ആരോപണം ഉന്നയിക്കുകയാണ്. അവർ ഈ സമസ്തക്കാരെയൊക്കെ കാഫറുകളാക്കുന്നു, ലോക മുസ്ലിങ്ങളെ കാഫറുകളാക്കുന്നു, ഈ സമസ്തക്കാരെ മുശ്രിക്കുകളാക്കുന്നു എന്നുള്ള ആരോപണം. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ മുശ്രിക്കാക്കുകയല്ല, കാഫറാക്കുകയല്ല, നിങ്ങളുടെ വിശ്വാസത്തിൽ ഷിർക്കും കുഫറും കലർന്നിട്ടുണ്ട്. അതിപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾ മാത്രമല്ലല്ലോ, ഇവരുടെ വാദത്തെക്കുറിച്ച് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട പുരോഹിതന്മാർ തന്നെ പറയുന്നില്ലേ? പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിക്ക് അങ്ങനെയാണല്ലോ വാദം, ഹാരിസ് മദ്രിക്ക് അങ്ങനെയാണല്ലോ വാദം, കോട്ട് സക്കാഫിക്ക് അങ്ങനെയാണല്ലോ വാദം, അങ്ങനെ പല മുസ്ലിയാക്കന്മാർക്കും അങ്ങനെ തന്നെയാണല്ലോ വാദം. കാന്തപുരം അടക്കമുള്ള മുസ്ലിയാക്കന്മാർ ഈ കാലമത്ര
യാത്രയും പറഞ്ഞു വെച്ച പല വിഷയങ്ങളിലും AP സമസ്തയിൽ ഭിന്ന അഭിപ്രായമുണ്ടല്ലോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണല്ലോ. അത് കൂടെ കിടന്നവന് രാപ്പനി അറിയുക എന്ന് പറയുന്നത് പോലെ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട നൗഷാദ് ഹസനിയും തൊഴിയൂർ സക്കാഫിയും സ്റ്റേജുകളിൽ മൊത്തം നിരങ്ങിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ. യഥാർത്ഥ സമസ്തയുടെ ആദർശം പറയുന്നവർ ഞങ്ങളാണ് എന്ന് പറയുന്ന ഉരുവട്ടൂർ തരീക്കത്തുകാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ അവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ കൃത്യമായി കേരളത്തിലുള്ള ആളുകൾക്കൊക്കെ അതൊക്കെ അറിയാം. ഈ പുരോഹിതന്മാർക്ക് സെലഫികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നിരന്തരം ആരോപണം ഉന്നയിച്ചു